പ്രിയരെ, ഇത് പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ചില അഭിഷേകങ്ങളുണ്ട്, അതിനെക്കുറിച്ചാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചില അഭിഷേകങ്ങൾ നമ്മളെ തേടി വരുന്നത്. ഒരിക്കൽ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കൽ പാലക്കാട് നിന്ന് കോട്ടയത്തിലേക്ക് ബസ് കാത്തു നിൽക്കുകയാണ്. നല്ല ഉച്ചച്ചൂടിൽ പാതയോര തണലിനോട് ചേർന്ന് ബസ് വരുന്നതും കാത്ത് ആ മുഷിഞ്ഞ പകലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വല്യപ്പച്ചൻ വെയിലിൽ വിയർത്തു കുളിച്ച് ആ മരത്തണലിലേക്ക് നടന്നു കയറി വന്നു. വിരസതയോടുകൂടെ ബസ് കാത്തു നിൽക്കുന്ന ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി ചിരിക്കാൻ പരിശ്രമിച്ചും ആരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല. എൻ്റെ അരികിലേക്ക് വന്നു. വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യുവാനില്ല നിൽക്കുന്ന എൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹം ചിരിച്ചു. ഞാനും അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. കൂടുതൽ അരികിലേക്ക് ചേർന്ന് നിന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, മോൻ എവിടേക്ക് പോവുകയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ കോട്ടയത്തേക്കുള്ള ബസ് കാത്തു നിൽക്കുകയാണ്. ബസ് വരാൻ നേരമായോ? അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മോനോട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് സംസാരിച്ചോട്ടെ. ഞാൻ ചോദിച്ചു, അതിനെന്താ? സംസാരിച്ചോളൂ. എനിക്ക് പറയാനുള്ളത് യേശുവിനെ കുറിച്ചാണ്. അദ്ദേഹം എന്നോട് അടുത്ത വായിൽ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് യേശുവിനെ കുറിച്ചാണ്. എൻ്റെ ഉള്ളിലെ ഈഗോ പതുക്കെ തലപൊക്കി. യേശുവിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് കാലങ്ങളായി പഠിപ്പിച്ചു നടക്കുന്ന എന്നോട് വന്ന് ഒരു വൃദ്ധനായ മനുഷ്യൻ, കണ്ടാൽ വളരെ വളരെ വൃത്തിയല്ലാത്ത വസ്ത്രവും ധരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നോട് പറയുകയാണ്, ഞാൻ യേശുവിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നിലെ ഈഗോ പതുക്കെ തലപൊക്കുവാനായിട്ട് തുടങ്ങി. എങ്കിലും ഞാൻ അനങ്ങിയില്ല. അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. കാലങ്ങളായി ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിച്ചു വന്നിരുന്നൊരു മനുഷ്യന്റെ ജീവിതത്തിൽ യേശു അനുഭവം ഉണ്ടാവുകയും ക്യാൻസറായി കിടന്നിരുന്ന അയാളുടെ ഭാര്യ സുഖപ്പെടുകയും പിന്നീട് ദൈവം അദ്ദേഹത്തിനും കുടുംബത്തിനും നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ മറ്റൊരാളിലേക്ക് എത്തിക്കാതെ ഒരു പകലും കിടന്നുറങ്ങില്ല എന്ന് തീരുമാനമെടുത്തൊരു മനുഷ്യൻ നേരം പുലരുമ്പോൾ ഒരു ബൈബിളും എടുത്ത് പുറത്തേക്കിറങ്ങും. മറ്റൊന്നും പറയാനറിയില്ല, യേശുവിനെ കുറിച്ച് മാത്രം പറയും. കണ്ടുമുട്ടുന്ന പലരോടും അദ്ദേഹം ഇത് സംസാരിക്കും, പ്രാർത്ഥിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ ജീവിതത്തിൻ്റെ ചര്യ. അപ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതാനുഭവം എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ വിസ്മയത്തോടുകൂടെയാണ് കേൾക്കുന്നത്. ആദ്യം എൻ്റെ ഈഗോ ഉണർന്നെങ്കിലും പിന്നീട് ഞാൻ വിസ്മയത്തോടുകൂടെ കേൾക്കുകയാണ്. അദ്ദേഹം ജീവിതാനുഭവം പറയുന്നത് അല്പം ഉറക്കെയാണ്. മറ്റുള്ളവർ ഞങ്ങളെ നോക്കുന്നുണ്ട്. എനിക്ക് സ്വല്പം നാണക്കേടൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. എൻ്റെ ഈഗോയാണല്ലോ മുമ്പിൽ നിൽക്കുക. അപ്പോഴാ മനുഷ്യൻ അവസാനം എന്നോട് ചോദിച്ചു, മോനെ, ഞാൻ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് കരങ്ങളുയർത്തി എൻ്റെ ശിരസിൽ വെച്ച് കണ്ണടച്ച് വലിയ ശബ്ദത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അവിടെ നിൽക്കുന്ന മനുഷ്യരെല്ലാം ഞങ്ങളെ നോക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അങ്ങനെ പുരോഗമിക്കുമ്പോൾ എൻ്റെ ഈഗോ ആ ഉച്ചച്ചൂടിൽ എവിടെയോ ഇങ്ങനെ അൽത്തലത്ത് പോവുകയാണ്. ഞാൻ അയാളുടെ മുമ്പിൽ ശൂന്യനായി നിൽക്കുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്, ദൈവമായ കർത്താവേ, ഈ മകനെ നീ അനുഗ്രഹിക്കണമേ, ഇവൻ്റെ അധരങ്ങൾക്ക് അവിടുന്ന് അഭിഷേകം പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇവൻ്റെ അധരങ്ങൾക്ക് അവിടുന്ന് അഭിഷേകം പറഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ആ ഉച്ചവെയിലിൽ ഇറങ്ങി നടന്നു പോവുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ലഭിച്ച അഭിഷേകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിഷേകമായിരുന്നു അത്. പിന്നീട് ഒരിക്കലും ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. പാലക്കാടിലൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പാതയോരത്ത് ഞാൻ നോക്കിയിട്ടുണ്ട്, ആ മനുഷ്യൻ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന്. ഇല്ല, ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ആ മനുഷ്യനെയും പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം അന്ന് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ചുറ്റും കൂടിയവരുടെ കണ്ണുകൾക്കകത്ത് പരിഹാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ശിരസിലേക്ക് കൈകൾ വെച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ, ഇവൻ്റെ അധരങ്ങൾക്ക് അഭിഷേകം നൽകണമേ എന്ന്. പിന്നീട്
ഒരിക്കൽ പോലും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അഭിഷേകം എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇവിടെയാണ് ചില മനുഷ്യരുടെ ജീവിതം നമുക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത്. പാതയോരത്ത് ദൈവം ഇന്നും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ഒരുക്കി നിർത്തിയൊരു അനുഗ്രഹമായിരുന്നു അത്. ഒരുപക്ഷേ ദൈവമായ കർത്താവിനെ ഇങ്ങനെ പ്രഘോഷിച്ച് നടക്കുവാനായിട്ട് വിമുഖത പുലർത്തിയിരുന്നൊരു കാലത്ത്, അല്ലെങ്കിൽ ബൈബിൾ ജ്ഞാനമുണ്ടെന്ന് അഹങ്കരിച്ച് നടന്നൊരു കാലത്ത്, ഇതല്ല, നീ പഠിച്ചതല്ല പ്രഘോഷണം, നിന്റെ ദൈവമായ കർത്താവിന് സാക്ഷ്യം നൽകുന്നതാണ് പ്രഘോഷണമെന്ന് ഈ മനുഷ്യനാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ചത്. പിന്നീട് എപ്പോഴെങ്കിലും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ടൊരു അവസരം കിട്ടിയില്ലെങ്കിൽ ഞാൻ തനിച്ചിരുന്ന് സംസാരിക്കുമായിരുന്നു. കണ്ടുമുട്ടുന്ന മനുഷ്യരോട് അധികവും പറയാനായിട്ടുണ്ടായിരുന്ന യേശുവിനെ കുറിച്ച് തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളുക, ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ, അഭിഷേകങ്ങൾ നൽകാൻ ചില വ്യക്തികളെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴികളിൽ ദൈവം നിർത്തുന്നുണ്ടാവും. പലപ്പോഴും ഈ അഭിഷേകത്തിന് വേണ്ടിയിട്ടാണ് ചില വ്യക്തികളെ കണ്ടുമുട്ടുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. കാരണം അവരുടെ കൈകൾ ശൂന്യമായിരിക്കും, അവരുടെ വേഷവിധാനങ്ങൾ നിസ്സാരമായിരിക്കും. പക്ഷെ അവരുടെ ഹൃദയത്തിനകത്ത് ദൈവം വെച്ചു കൊടുത്തിരിക്കുന്ന ഒരു അഗ്നിയുണ്ട്. ആ അഗ്നിയെ കണ്ടില്ല എന്ന് നമ്മൾ കരുതിയാൽ, അതിനെ അവഗണിച്ച് കളഞ്ഞാൽ, ഒരു പക്ഷേ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അഭിഷേകം എന്നേക്കുമായി നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയേക്കാം. ഒരു ദിവസം അജകവാടത്തിൽ പത്രോസ് നടന്നു വരുമ്പോൾ ഒരു രോഗി, ഒരു തളർന്നു കിടക്കുന്ന മനുഷ്യൻ കൈ നീട്ടിയിട്ട് ഭിക്ഷ യാചിച്ചു. പത്രോസ് പറഞ്ഞു, സ്വർണമോ വെള്ളിയോ ഒന്നും എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, നീ എഴുന്നേറ്റ് നടക്കുക. ഇതാണ് പ്രിയരെ അഭിഷേകം അവകാശമാക്കിയ വ്യക്തിയുടെ ആജ്ഞ. ഇതിനപ്പുറത്തൊന്നുമില്ല, സ്വർണ്ണമില്ല, വെള്ളിയില്ല, ഒന്നുമില്ല. ഉള്ളത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ്. ആ ശക്തിയിൽ ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നടന്നുകൊള്ളുക. പിന്നീട് വചനം പറയുന്നുണ്ട്, പത്രോസ് നടന്ന വഴികളിൽ രോഗികളെ കൊണ്ടുപോയി കിടത്തി. അവന്റെ നിഴൽ വീണപ്പോൾ രോഗികൾ സുഖപ്പെട്ടു. നടന്നത് പത്രോസ് ആണെങ്കിലും നിഴൽ പരിശുദ്ധാത്മാവായിരുന്നു. ഇതാണ് അഭിഷിക്തന്റെ ജീവിതം. നിന്റെ നിഴലിനെ പോലും ദൈവം അനുഗ്രഹിക്കും, കൃപയാക്കി മാറ്റും. ഈ ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് ഓരോ മനുഷ്യനും ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൻ്റെ തണലിലേക്ക് ഞങ്ങളെ നൽകുന്നു. ഈ പ്രഭാതം അഭിഷേകമായി മാറണമേ. ഈ ഒരു ദിനം ഒരാളോടെങ്കിലും അങ്ങയെക്കുറിച്ച് പറയുവാൻ എൻ്റെ അധരങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ.